അരിഞ്ചുള്ളിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ എറണാകുളത്ത് നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള ആലുവ NH47 മാർത്താണ്ഡവർമ്മ പാലത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള ആലുവ റെയിൽവേ പാലത്തിന് സമീപം പെരിയാർ നദി രണ്ടായി വിഭജിക്കുന്നു. ഒന്ന് മംഗലപ്പുഴയായും രണ്ട് പെരിയാർ നദിയായും. ആ നദിയുടെ ഇടയിലുള്ള മണൽ തീരത്താണ് ആലുവ മഹാദേവ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവരാത്രി കൊണ്ട് പ്രസിദ്ധമാണ് ഇവിടം. ശിവരാത്രിയോടനുബന്ധിച്ച് മഹാവാണിജ്യ ഉത്സവം തന്നെ ഇവിടെ അരങ്ങേറാറുണ്ട്. ഗൃഹോപകരണങ്ങൾ, പണിസാധനങ്ങൾ, കാർഷിക വിത്തുകൾ, വസ്ത്രങ്ങൾ, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, ഫുഡ് ഫെസ്റ്റിവൽ, കുട്ടികൾക്കും മുതിർന്നവർക്കുമായി അനുഭവിക്കാൻ പറ്റുന്ന പല ടൈപ്പിലുള്ള പല ഗെയിംസുകളും ഇവിടെ അരങ്ങേറാറുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ മഹാദേവ ശിവക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണിവിടം. 12 മാസത്തിൽ 8 മാസവും വെള്ളത്താൽ മുങ്ങിയിരിക്കും നമ്മുടെ ശിവക്ഷേത്രം. ആലുവയിലെ നാനാജാതി മതസ്ഥരുടെ ഒരു പ്രധാന ഉത്സവ കേന്ദ്രവും വിനോദ കേന്ദ്രവും നമ്മുടെ ആലുവ മണപ്പുറത്തുള്ള ശിവക്ഷേത്രമാണ്. ഇവിടെ വരുന്ന ഫെസ്റ്റിവലെല്ലാം നമ്മളെല്ലാവരും നാനാജാതി മനസ്ഥർ എല്ലാവരും ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ മതവ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും കൊണ്ടാടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആലുവ മഹാദേവ ശിവക്ഷേത്രം ശിവരാത്രി ഇത്തരം വളരെ പ്രസിദ്ധമായത്. ആലുവ മണപ്പുറത്തെ ശിവരാത്രിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോയും അതേമാതിരി തന്നെ നമ്മുടെ KSRTC സർവീസും പ്രധാന സർവീസുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പല ഭാഗത്തു നിന്നും ഇവിടേക്ക് വരാറുണ്ട്. ശിവരാത്രി സമയത്ത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ തന്നെ എല്ലാ ട്രെയിനുകളും ആലുവയിൽ നിർത്താൻ വേണ്ടി തന്നെ ഒരു പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. പണ്ടുകാലത്ത് ശിവരാത്രിയോടനുബന്ധിച്ച് അവിടെ അമ്പലം ആ സമയത്ത് പണിയുകയും കടന്നു വരുന്നവർക്കായിട്ട് ഒരു പാലം തന്നെ പണിയുകയുമാണ് പണ്ട് കാലത്ത് ചെയ്തിരുന്നത്. അതിന് പുറമായി ഇപ്പോൾ അവിടെ ഫിക്സഡായിട്ട് നമ്മളൊരു അമ്പലം ഉണ്ടാക്കുകയും അതേമാതിരി തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു മണപ്പുറത്തേക്ക് കടന്നു പണ്ട് വരുന്നതിന് പകരം ഇപ്പോൾ ഒരു മണപ്പുറം പാലം തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ നമുക്ക് നൽകുകയും ചെയ്തു. അത്യാധുനിക രീതിയിൽ പണി കഴിപ്പിച്ച ആ പാലം ഇപ്പോൾ ഒരു വിനോദസഞ്ചാരികളുടെ ഒരു കേന്ദ്രം തന്നെ അവിടെ ആയി മാറുകയാണ്. ആ പാലത്ത് വൈകുന്നേരം വന്നിരിക്കാനും കാറ്റ് കൊള്ളാനും ഒന്ന് സൊറ പറയാനും അങ്ങനെ കുറേ ആൾക്കുകൾ അവിടെ വന്ന് ആ സമയം ചെലവഴിക്കാറുണ്ട്. സോ എല്ലാവരെയും മഹാദേവ ശിവക്ഷേത്രത്തിൻ്റെ ശിവരാത്രിയിലേക്ക്, അതായത് നമ്മുടെ ഉത്സവത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി ക്ഷണിച്ചു കൊള്ളുകയാണ്. അടുത്ത കൊല്ലം നിങ്ങളും വരണം.